വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധം. കൊല്ലം ചിന്നക്കടയിൽ വെച്ചാണ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് യുവമോർച്ചയുടെ ഈ നടപടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജിത് മോഹൻ ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. പ്രജിത്ത് പറയും. ഈ ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് CPM നേതൃത്വം നൽകുന്ന ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ സർക്കാർ തലത്തിൽ അന്വേഷണ സംഘത്തിലടക്കം വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. അറസ്റ്റിലായവർ പലരും CPM നേതാക്കൾ. കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. അങ്ങനെ മുഴുവൻ ഹിന്ദു വിശ്വാസങ്ങളുടെ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി നിൽക്കുമ്പോഴാണ് BJP മൊത്തത്തിൽ ശബരിമല വിഷയം അത് വലിയ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം BJPയുടെ കേന്ദ്ര 10,000 വരുന്ന കേന്ദ്രങ്ങളിൽ അയ്യപ്പ ചോദ്യം തെളിയിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് BJP പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊല്ലത്ത് ഇന്ന് മുഖ്യമന്ത്രിക്ക് നേരെ യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത് ഈ വൈകുന്നേരം നടക്കുന്ന സമരത്തിന്റെ മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിർത്തിയോ നമുക്ക് വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. ആശ്രമ മൈതാനത്ത് ഹെലികോപ്റ്ററിൽ നിന്ന് വന്നിറങ്ങി ചിന്നക്കടയിലേക്ക് വരുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ യുവമോർച്ച പ്രവർത്തകരുടെ ഈ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. അതിൽ മുഖ്യമന്ത്രി കരിങ്കൊടി കട്ടിയ 2 യുവമോർച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയൊരു സമരത്തിലേക്ക് ശബരിമല വിഷയം അത് മാറുകയാണോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. 2018 ഉണ്ടായതുപോലെയുള്ള വലിയ ജനകീയ പ്രതിഷേധത്തിലേക്ക് ഈ ശബരിമല സ്വർണ്ണക്കവർച്ച അടക്കമുള്ള വിഷയങ്ങൾ പോവുകയാണോ എന്നുള്ളതിന്റെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കിന്റെ ആദ്യഘട്ടമാണോ ഈ സമരങ്ങൾ എന്നൊക്കെയുള്ളതാണ് ഇനി അറിയേണ്ടത്. ശ്യാമ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രജിത്ത്, ഇപ്പോൾ കോൺഗ്രസും ഇതിൽ തുല്യ ആരോപണം നേരിടുന്ന കക്ഷിയായി മാറിക്കഴിഞ്ഞു. അതായത് ശബരിമലയിൽ ഈ സംഘടിത സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ ഒരു ഇന്ത്യ സഖ്യമുണ്ടോ എന്ന രീതിയിലാണ് ഇപ്പോൾ സംശയങ്ങൾ ശക്തമായി തന്നെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ കൃത്യമായി തന്നെ പ്രക്ഷോഭ സമയത്തൊക്കെ ഭക്തർക്കൊപ്പം അടിയുറച്ച് നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൂടുതൽ ഉത്തരവാദിത്തം ഏറുകയല്ലേ ഈ നിമിഷം? സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം 2 തരത്തിലാണ് ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. ഒന്ന്, അറസ്റ്റിലായവരിൽ ഭൂരിപക്ഷവും CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. മറ്റൊന്ന്, ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ കുറ്റി അതുപോലെ തന്നെ ഗോവർദ്ധനൊക്കെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തേണ്ട ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിന് വഴി ഒരുക്കിയത് പത്തനംതിട്ടയിലെ MP ആയിട്ടുള്ള ആന്റോ ആന്റണി, അതോടൊപ്പം തന്നെ UDF കൺവീനർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രകാശ് എന്നിവരാണ് എന്നുള്ളത് കൂടി പറയുമ്പോഴാണ് അതിന് കൂടുതൽ ഗൗരവ സ്വഭാവം വരുന്നത്. അങ്ങനെ കോൺഗ്രസിലെ ഉന്നതരായിട്ടുള്ള നേതാക്കളുമായി സ്വർണ്ണക്കവർച്ച പ്രതികൾക്ക് അടുത്ത ബന്ധം, അതോടൊപ്പം തന്നെ CPM നേതാക്കൾ സ്വർണ്ണക്കവർച്ച കേസിൽ വ്യാപകമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായും സ്വർണ്ണക്കവർച്ച കേസിൽ ഒരു ഇന്ത്യ സഖ്യമുണ്ട് എന്നുള്ള വിമർശനങ്ങൾക്ക് പരിഹാസങ്ങൾക്ക് കാതലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേ വർഷമായി ശബരിമലയ്ക്കെതിരെ ആചാര ലംഘനത്തിലുമൊക്കെ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച് ഭക്തർക്കൊപ്പം നിന്ന BJPക്കും യുവമോർച്ചയ്ക്കും ഒക്കെ മാത്രമാണ് ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു നിലപാട് അത് ഭക്തർക്കൊപ്പം നിന്നും എടുക്കാൻ സാധിക്കുക. അതിന്റെ പ്രത്യക്ഷ പ്രകടനമായിട്ട് നമുക്ക് ഈ സമരങ്ങളെ കാണാൻ കഴിയും. എന്തായാലും ഇന്ന് യുവമോർച്ചയുടെ ഇങ്ങനെ ഒരു സമരം കൊല്ലത്തുണ്ടായിരിക്കുന്നു. ഇതിന് പിന്നാലെ വൈകുന്നേരങ്ങളിൽ കേരളത്തിലെ പല ജില്ലാ കേന്ദ്രങ്ങളും താലൂക്ക് കേന്ദ്രങ്ങളും അടക്കം ഏതാണ്ട് 10,000-ഓളം സ്ഥലങ്ങളിലാണ് BJPയുടെ നേതൃത്വത്തിൽ അയ്യപ്പ ചോദ്യം തെളിയിക്കാൻ പോകുന്നത്. വീടുകളിലും BJP പ്രവർത്തകരുടെ വീടുകളിലും BJP ഓഫീസുകളിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും എല്ലാം ഈ അയ്യപ്പ ചോദ്യം തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ആ വലിയ പ്രതിഷേധം അത് ഒരു പ്രതിഷേധത്തിന്റെ തുടർച്ചയായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ളത് BJP അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം ഈ ശബരിമല വിഷയം സജീവമായി നിലനിർത്തും, വിശ്വാസ സംരക്ഷണം സജീവമായി നിലനിർത്തുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ അക്കൗണ്ടുകൾ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട്, ശബരിമലയിൽ തുടർച്ചയുണ്ടാകുന്ന ആചാര ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട്, ശബരിമലയിൽ തുടർച്ചയുണ്ടാകുന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് അതിൽ CPM നേതാക്കൾ നേതൃത്വം നൽകുന്ന ഇത്തരം കവർച്ചകൾ ഉണ്ടാകുന്നതും അത്തരം പ്രതികൾക്ക് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടാകുന്ന സാഹചര്യം ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും BJP വലിയ പ്രതിഷേധത്തിലേക്ക് പോവുക. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 23-ന് അനന്തപുരിയിൽ എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് ഈ വിഷയത്തിൽ കോൺഗ്രസും വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലാണ്. CPM പിന്നെ ഓൾറെഡി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാലോ, ഓൾറെഡി CPM നേതാക്കളൊക്കെ ഇപ്പോഴും അഴിക്കുള്ളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശക്തമായ പ്രതിഷേധത്തിലേക്കാണ് BJP കടക്കാൻ പോകുന്നത്. ആ വിഷയമൊന്ന് ദയവായി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ.
ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ചയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം BJP കടക്കുകയാണ്. അതിൻ്റെ ആദ്യപടിയാണ് ഇപ്പോൾ യുവമോർച്ചയുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഈ കരിങ്കൊടി പ്രതിഷേധം എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്നു.